ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു WinTrader. അപ്പോൾ ഞാനിന്ന് കാണിച്ചിരിക്കുന്ന ഓപ്ഷൻസിനെ കുറിച്ചാണ്. അതിൽ ഞാൻ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇൻഡെക്സും ഫ്യൂച്ചറിൻ്റെയും രണ്ട് ചാർട്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം രണ്ടിൻ്റെയും റേറ്റിൻ്റെ ഡിഫറൻസും ഞാൻ കാണിച്ചു തരാം. പിന്നെ അതോടൊപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസിൽ സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യുന്നത് ഏത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടുമെന്ന് രണ്ടും നിഫ്റ്റിയുടെ ഉണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഉണ്ട്. രണ്ടിൻ്റെയും ഇൻഡെക്സും ഫ്യൂച്ചറും രണ്ട് ചാർട്ടും. ഇന്ന് എക്സ്പയറി ഡേ, അതായത് ഇന്ന് എക്സ്പയറി ഡേ ആണ്. ഇന്ന് സ്പെഷ്യൽ ഓപ്ഷൻ ട്രേഡിംഗ്, അതായത് ഓപ്ഷൻസിൽ എക്സ്പയറി ഡേയിൽ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി എൻ്റെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാം. അതോടൊപ്പം ഞാൻ നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസം വന്ന നമ്മുടെ പെർഫോമൻസും കൂടെ കാണിച്ചു തരാം. അപ്പം എങ്ങനെ ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻസ്, അതായത് സക്സസ്ഫുൾ ആയിട്ടൊരു ഓപ്ഷൻ ചെയ്യണം, നിങ്ങൾ ഏത് സ്ട്രാറ്റജി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി സക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ പേര് സീമ കൃഷ്ണ. അപ്പം ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഇതുവരെ മാർക്കറ്റ് നമ്മുടെ ആക്ച്വലി തിങ്കളാഴ്ച തൊട്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റി എത്ര പെർഫോമൻസും കാണിച്ചു എന്നുള്ളതും കൂടെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാം. എന്നെ കോൾ ചെയ്യേണ്ട നമ്പർ 8139039994. ഇത് സീമ കൃഷ്ണ, ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ്. എന്നെ കോൾ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ഏത് മാർക്കറ്റിൽ, ഈവൻ ഓപ്ഷൻസ് അല്ല, ഏത് മാർക്കറ്റിൽ ഡെമോ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. ഈവൻ ക്രിപ്റ്റോ അടക്കമുള്ള മാർക്കറ്റ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഫസ്റ്റ് കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ആണ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇതിൽ വ്യത്യാസം. ഇപ്പോൾ റേറ്റിന് ഇപ്പം നടക്കുന്ന റേറ്റ്, കോർണറിൽ ഇപ്പോൾ നടക്കുന്ന റേറ്റ് 42,553 നമ്മൾ ഇൻഡെക്സിനെ കാണിച്ചത്. അതേപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾ കാണാൻ പറ്റും 42,730. രണ്ടിനും അപ്രോക്സിമേറ്റ് ഒരു 150-200 അടുത്ത പോയിന്റിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതോടൊപ്പം സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യുമ്പോഴും അതേ വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും ഓപ്ഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഫ്യൂച്ചറിൻ്റെ ചാർട്ട്, അതായത് ഇവിടെ നിന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് വ്യത്യാസം കാണാൻ, രണ്ടിലും മാർക്കറ്റ് ഒരേപോലെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ എടുക്കുമ്പോൾ ഇവിടെ ഹാഷ് ഇല്ല, ഇതിനകത്ത് ഹാഷ് ഉണ്ട്. ഓക്കെ, ഹാഷ് സിമ്പിൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, വ്യത്യാസം തിരിച്ചറിയാം. അതേപോലെ റേറ്റിനും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇൻഡെക്സിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇന്ന് ആക്ച്വലി നോക്കിയാൽ കാണാൻ പറ്റും അപ്രോക്സിമേറ്റ് ഇന്ന് കാണിച്ചിരിക്കുന്ന ലൈവ് റേറ്റ് ഇവിടെ കാണാം. ഇന്ന് 2 സ്റ്റിക്കിൽ വന്നിട്ടുണ്ട്. മോർണിംഗിൽ ഒരു ബൈയും എഗെയിൻസ്റ്റ് സെല്ലും. ഓക്കെ, സെല്ല് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെല്ല് 950 വന്നിട്ടുണ്ട്. റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റോപ്പ് ലോസും 42,790 ആക്ച്വലി സെല്ല് പറഞ്ഞു. പക്ഷേ ആ സെല്ല് പറഞ്ഞ സമയത്ത് ഓൾറെഡി കുറച്ച് താഴേക്ക് ഇറങ്ങിയിരുന്നു. പക്ഷെ നമുക്ക് നേരത്തെ തൊട്ടേ സെല്ല് എടുക്കാൻ അതിന് സപ്പോർട്ട് ക്ലോസ് ചെയ്തപ്പോൾ, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി സെൽ സോണിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് സെൽസുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ണും പൂട്ടി അവിടുന്ന് പൊസിഷൻ എടുക്കാം. അവിടുന്ന് ഒരുപാട് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് ഡൗൺഫോളാണ് ഉണ്ടായിരുന്നത്. നല്ലൊരു പ്രോഫിറ്റ്, പക്ഷേ ഇന്നലത്തെ അത്രയും ഇല്ല, എന്നാലും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ട് ഒരു 200 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും സെല്ല് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഫിറ്റ് നല്ല രീതിയിൽ നമുക്ക് ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്, കാരണം ഇപ്പോഴും ഡൗൺഫോൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ മോർണിംഗിൻ്റെ പെർഫോമൻസാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ 1 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ മോർണിംഗിൻ്റെ പെർഫോമൻസാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഇതേപോലെ തന്നെ ഇന്നലത്തെ സെല്ലിന് കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് പോയിരിക്കുന്നത്. ഇവിടുന്ന് സപ്പോർട്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്ന് നമുക്ക് എടുക്കാമായിരുന്നു. റീ എൻട്രി തന്നിരുന്നു സോഫ്റ്റ്വെയർ. അപ്പോൾ അവിടെ നിന്ന് ഇതുവരെ മാർക്കറ്റ് ഇപ്പം ഓൾറെഡി 422 പോയിന്റ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 3 ടാർഗറ്റും അടിച്ചിട്ടും ഒരുപാട് റീ എൻട്രി ഇതിനകത്ത് വന്ന് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് എടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഇന്നത്തെ റേറ്റിന് ഇന്ന് ഓപ്ഷൻസ് എടുക്കുമ്പോൾ നമുക്ക് 43,136 ആക്ച്വലി സിഗ്നൽ കൺഫേം ആയിട്ട്, അതായത് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ ആ പോയിന്റിന് നമ്മൾ ആക്ച്വലി ഓപ്ഷൻ എടുക്കുമ്പോൾ 43,100 എടുക്കാം, 43,43,000 എടുക്കാം, അതിൽ 43,100 എടുക്കാം. കാരണം ഡൗൺഫോൾ ഓൾറെഡി കണ്ടിന്യൂയിങ് ആയ സ്ഥിതിക്ക് അതേ റേറ്റിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം ഓൾറെഡി സെല്ല് നേരത്തെ നടക്കുവാണ്. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് അതേ റേറ്റിൽ തന്നെ എടുക്കാം. കാരണം അതേ സമയത്ത് അതേ റേറ്റിൽ എടുക്കുമ്പോൾ നമ്മൾ 43,100 എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി സ്റ്റാർട്ടിംഗ് റേറ്റ് 353 ആണ്. ഓക്കെ, അപ്പം സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്ക് 300 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന റേറ്റ് തന്നെ. അപ്പോൾ നമുക്ക് മാർജിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് 43,000 നമുക്ക് ആ റേറ്റിൽ റേറ്റിലെടുക്കാം. കാരണം ഇന്നലെ തൊട്ടേ മാർക്കറ്റ് ഓൾറെഡി സെല്ല് കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം പക്ഷേ ഇന്ത മണിയിലാണ് എപ്പോഴും എടുക്കേണ്ടത്. ഇന്ത മണി തന്നെയാണ് അതേ റേറ്റ്, കാരണം സെൽ കണ്ടിന്യൂ ആയ സ്ഥിതിക്ക് അതേ റേറ്റിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്.
ഓക്കെ. അല്ല ഇൻ ദ മണിയിലേക്ക് കുറച്ചുകൂടെ ഡീപ്പ് ഇൻ ദ മണിയിലേക്ക് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ 43,200 അതായത് ഇപ്പം നടക്കുന്ന റേറ്റ് ഒരു 100-200 പോയിൻറ്റ്സ് മുന്നിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് സിഗ്നൽ വന്ന റേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് 300 or 400 എടുക്കാം. പക്ഷേ ആ സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഞാൻ അതും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. 43,300 ഇവിടെ ആക്ച്വലി ഉണ്ട്, ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ 43,200 സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ 431 ആണ്. സിഗ്നൽ വന്ന സമയത്ത് ആക്ച്വലി മോർണിംഗിൽ വന്ന സെൽ സിഗ്നലാണ്, കൺഫേം ആയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അഗെയിൻ ബൈ വന്ന സമയത്ത് 945 ആയിട്ടുണ്ട്, 431 സിഗ്നൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്, 3 ടാർഗറ്റും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ ദ മണിയിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് 43,200 അല്ലെങ്കിൽ 43,100 ആൻഡ് 200 എടുക്കാം, 300 എടുക്കാം. അപ്പം ഇതിൽ 431 ആകുമ്പോൾ അത് അതിലും കൂടും. ഓക്കെ. അപ്പോൾ ഇൻ ദ മണിയിലേക്കാണ് ഇത് വരുന്നത്. അതോടൊപ്പം നമുക്ക് 100 എടുക്കാം. 100 ആക്ച്വലി ആ സമയത്ത് ഓൾറെഡി സെൽ കണ്ടിന്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സെല്ല് ഇന്നലെ തന്നെ കണ്ടിന്യൂ ആയിരുന്നു. കാരണം ഇന്നലെ ഒരുപാട് ഹ്യൂജ് ഡൗൺഫോളിന് ശേഷം മാർക്കറ്റ് കുറച്ച് കയറിപ്പോയപ്പോൾ സമയത്ത് പക്ഷേ ആദ്യം കൺഫേം ആകാതെ മാർക്കറ്റ് തിരിച്ചിറങ്ങി. അപ്പം ഇന്നും അതേപോലെ തന്നെ സെൽ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ സമയത്ത് എടുക്കേണ്ടത് ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. 43,100 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻ ദ മണിയിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 43,200 അല്ലെങ്കിൽ 300 എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അതേ റേറ്റിൽ തന്നെ എടുക്കാവുന്നത്, കാരണം സെൽ കണ്ടിന്യൂ ആയതുകൊണ്ട്. ഓക്കെ. അപ്പം അതേ സിഗ്നൽ സമയത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി 43,000 എടുക്കണമെങ്കിൽ എടുക്കാം. 43,000 നമുക്ക് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 277 ആണ് സിഗ്നൽ വന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. 138 പോയിൻറ്റ്സ് നമുക്ക് അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ. മാർജിനൊക്കെ ഒരുപാട് ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഇരുന്ന് നമുക്ക് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പം നല്ല ഇതിൻ്റെ ഈ ഒരു റേഞ്ചിൽ എടുത്തിട്ട് ലോട്ട് കൂട്ടിയിട്ട് എക്സിറ്റ് ചെയ്യുന്ന നല്ലൊരു പ്രോഫിറ്റിലേക്ക് എപ്പോഴും ഫസ്റ്റ് ടാർഗറ്റിന് ശ്രമിച്ചാൽ മതി. ഫസ്റ്റ് ടാർഗറ്റിൽ എടുത്തിട്ട് ലോട്ട് കൂട്ടുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നീടും നമുക്കൊരു ബൈ മൊമെൻറ്റിലേക്ക് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് പിടിച്ചിട്ട് എടുക്കാം. അവിടെ നിന്ന് സേഫ് ട്രേഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഇവിടെ നിന്നിട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു ഹ്യൂജ് ഒരു അടിച്ച് കയറ്റം കയറിയിട്ട് പിന്നെ ഒന്ന് ഡൗൺ ഇറങ്ങിയിട്ടാണ് തിരിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത പോയിന്റ് പിടിച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 262 എന്ന് രണ്ടാമത്തെ പോർഷൻ അവിടെ നിന്ന് എടുക്കാവുന്നതായിരുന്നു. 420 വരെ പോയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലൊരു അപ്പ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ആക്ച്വലി ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അതോടൊപ്പം ഞാൻ 43,100 കാണിക്കാം. 100 നോക്കിയാൽ കാണാൻ പറ്റും 353 ആക്ച്വലി സിഗ്നൽ വന്നിരിക്കുന്നത്. 945 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. 3 അച്ചീവ് ആയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമുക്ക് മോർണിംഗിൽ ഇതേപോലെ ഒരു ഹ്യൂജ് ഹൈക്ക് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇറങ്ങിയ സമയത്ത് ഒരു ഹ്യൂജ് ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് കയറാൻ നോക്കിയിരുന്നു, പക്ഷേ പിന്നീട് തിരിച്ച് ഇറങ്ങുക തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം താഴത്തെ വോളിയം ബാർ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വെക്കാം. ഓക്കെ. മാർക്കറ്റ് അപ്പം തിരിഞ്ഞിറങ്ങുവാണെങ്കിൽ മാത്രം ഇവിടെ കളർ ചേഞ്ച് കാണിച്ചാൽ ആ സമയത്ത് മാത്രം നമുക്ക് മാർക്കറ്റ് എക്സിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതോടൊപ്പം ഞാൻ ആക്ച്വലി നിഫ്റ്റിയുടെയും ഇതുപോലെ തന്നെയാണ്. പക്ഷേ മോർണിംഗിലൊരു ബൈ വന്നിട്ടുണ്ട്. ബൈ കൺഫേംഡ് അല്ല. എഗെയിൻ സെല്ല് വന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത പോർഷൻ ഇവിടെ നിന്നാണ്. അവിടെ നിന്ന് താഴേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. ഇതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഇൻഡെക്സും ഇതേപോലെ തന്നെയാണ്. സെൽ സിഗ്നൽ ആക്ച്വലി ബൈ സിഗ്നൽ വന്നു, കൺഫേം അല്ല. സെൽ സിഗ്നൽ വന്ന് കൺഫേം ആയിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയ പോയിന്റിൽ നിന്ന് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് കണ്ടിന്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെ പെർഫോമൻസ് കാണിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് പ്രകാരം ഞാൻ കാണിച്ചു തരാം. ഇന്നലെ നല്ലൊരു ഹ്യൂജ് ഡൗൺഫോൾ കഴിഞ്ഞിട്ട് എഗെയിൻ ഒരു ബൈ വന്ന ശേഷം മാർക്കറ്റ് കുറച്ച് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചതിന് ശേഷം ഒരു ഡൗൺ ആയിട്ട് ഇറങ്ങി തിരിച്ച് സോഫ്റ്റ്വെയർ ആക്ച്വലി സെല്ല് കാണിച്ച് മാർക്കറ്റ് ഇറങ്ങുമായിരുന്നു. ഇതിന് മുമ്പ് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റിൽ ആക്ച്വലി ഒരു ബൈയുടെ തന്നെ കണ്ടിന്യൂവേഷന് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സെല്ല് വന്ന് മാർക്കറ്റിൽ ഇവിടെ പ്രോഫിറ്റ് തന്നതിന് ശേഷം ബൈ ഇവിടെ 2 ടാർഗറ്റ് 2 അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു നല്ല പെർഫോമൻസ് അല്ല കാണിച്ചത്. ആക്ച്വലി ബൈയുടെ തന്നെ കണ്ടിന്യൂവേഷൻ പോയിരിക്കുകയായിരുന്നു. ബൈയുടെ തന്നെ കണ്ടിന്യൂവേഷൻ ആക്ച്വലി സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ പോയിരിക്കുകയായിരുന്നു. കണ്ടിന്യൂവേഷൻ പോയിട്ട് ആക്ച്വലി ഇവിടെ ഒരു ബൈ സിഗ്നൽ സോഫ്റ്റ്വെയർ തരാതെ പിന്നെ ഡൗൺ ആയിട്ട് ഇറങ്ങുക. ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു 2 ദിവസം മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതിന് മുമ്പൊക്കെ നല്ല പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. സോഫ്റ്റ്വെയർ നല്ല പെർഫോമൻസ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഞാൻ കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല സെല്ലാണ്. അതിന് മുമ്പ് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും
അതിന് മുമ്പ് നോക്കിയാലും അപ്രോക്സിമേറ്റ് ഈ ദിവസം 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, ലാസ്റ്റത്തെയും 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പൊരു ഹൈക്കാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ആക്ച്വലി ഈ സെല്ല് നല്ല രീതിയിൽ ഒരു 2 ടാർഗറ്റ് അടിച്ച് നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു നല്ല മാർക്കറ്റേ ഉണ്ടായിരുന്നില്ല. സോ ഒരുപാട് സൈഡ് വേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ മാർക്കറ്റ് നല്ല പ്രോഫിറ്റ്. എങ്ങനെ വന്നാലും ഒരു മാർക്കറ്റിൽ ഒരു 1 വീക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒക്കെ മാർക്കറ്റിലൊരു കൺസോളിഡേഷൻ വരും. ബാക്കി എല്ലാ ദിവസവും നല്ലൊരു ട്രെൻഡ് ബാങ്ക് നിഫ്റ്റിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് ഒരു ലൈവ് പെർഫോമൻസ് കാണാനും പാസ്റ്റ് പെർഫോമൻസ് എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക. ഞാൻ ഗൈഡ് ചെയ്ത് തരാം. എൻ്റെ പേര് കൃഷ്ണ. ഓക്കെ.